വയനാട് മാനന്തവാടി പയ്യമ്പിള്ളിയിൽ മധ്യവയസ്കനെ കൊലപ്പെടുത്തിയ കാട്ടാന ബേലൂർ മഗ്നയെ പിടികൂടാനുള്ള ദൗത്യം ഉടൻ ആരംഭിക്കും. ആനയെ മയക്കുവെടിവെച്ച് മുത്തങ്ങിയിലേക്ക് മാറ്റാനാണ് തീരുമാനം. കുങ്കിയാനകൾ അടക്കം പടമലയിൽ സജ്ജമാണ്. കൊല്ലപ്പെട്ട അജീഷിന്റെ മൃതദേഹം ഇന്ന് സംസ്കരിക്കും. പടമല സെന്റ് അൽഫോൺസ് പള്ളിയിൽ വൈകിട്ട് 3-നാണ് സംസ്കാരം. കഴിഞ്ഞ ദിവസം ആയിരുന്നു വയനാട്ടിൽ മധ്യവയസ്കനെ ആന കൊലപ്പെടുത്തിയത്. ആനയുടെ മുന്നിൽപ്പെട്ട കർഷകൻ രക്ഷപ്പെടാൻ ശ്രമിച്ച് മറ്റൊരു വീടിന്റെ മതിൽ ചാടിക്കടന്നുവെങ്കിലും ആന പിന്തുടർന്നു വന്ന് ഇയാളെ ആക്രമിക്കുകയായിരുന്നു. വലിയ പ്രതിഷേധമാണ് പ്രദേശത്ത് ഇന്നലെ മുതൽ ഉണ്ടായിട്ടുള്ളത്. ഇന്നും അതേ പ്രതിഷേധം തന്നെ നാട്ടുകാരുടെ ഭാഗത്ത് നിന്ന് തുടരുകയാണ്. അതേസമയം ആനയെ തിരിച്ച് കാട്ടിലേക്ക് അയക്കുവാനുള്ള ശ്രമങ്ങൾ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മയക്കുവെടി വെച്ച് ആനയെ മുത്തങ്ങിയിലേക്ക് മാറ്റുവാനുള്ള നീക്കം ആണ് നടക്കുന്നത്. ഇതിനായി കുങ്കിയാനകളെ ഉൾപ്പെടെ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്. ദൗത്യം എപ്പോൾ ആരംഭിക്കാൻ പറ്റും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇനിയും വ്യക്തത കൈവരേണ്ടതുണ്ട്. വയനാട്ടിൽ ഇത്തരം സംഭവങ്ങൾ നിത്യേന വരുന്ന പശ്ചാത്തലത്തിൽ ആണ് പ്രദേശവാസികൾ ഉൾപ്പെടെ വലിയ പ്രതിഷേധം നടത്തുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു മാനന്തവാടിയിൽ തണ്ണീർക്കൊമ്പൻ എന്ന ആന പരിഭ്രാന്തി പരത്തിയത്. ആനയെ പിന്നീട് മയക്കുപിടി വെച്ച് കാട്ടിലേക്ക് കയറ്റിയെങ്കിലും ആന ചെരിയുകയും ചെയ്തു. എന്തായാലും ജനങ്ങൾ ഇത്തരം മൃഗങ്ങൾക്കെതിരെ, വന്യമൃഗങ്ങൾക്കെതിരെ കൃത്യമായ നടപടികളാണ് സ്വീകരിക്കേണ്ടത്. മൃഗങ്ങളെ കൊല്ലേണ്ടി വന്നാൽ കൊല്ലുക തന്നെ ചെയ്യണം എന്ന ആവശ്യമാണ് പരിസരവാസികൾ ഉന്നയിക്കുന്നത്. ഏക്കർ കണക്കിന് കൃഷി ഇടം ആണ് ഈ വന്യജീവി ആക്രമണത്താൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഓരോ വർഷവും കോടിക്കണക്കിന് രൂപയുടെ കാർഷിക നഷ്ടവും ഉണ്ടാകാറുണ്ട്. പക്ഷേ അപ്പോഴൊന്നും ലഭിക്കാത്തൊരു വാർത്താ പ്രാധാന്യം മനുഷ്യന് നേരെ വന്യജീവികൾ ആക്രമണം നടത്തുമ്പോൾ മാത്രമാണ് ഉണ്ടാകുന്നത്. ഇതാകട്ടെ വന്യജീവിയുടെ ആക്രമണത്തിൽ, ആനയുടെ ആക്രമണത്തിൽ ഒരാൾ മരിക്കുകയും ചെയ്ത പശ്ചാത്തലമുണ്ടാകുന്നു. ജിൻസ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ജിൻസ്, ഇന്നലെ വലിയ പ്രതിഷേധം ആണ് ഉയർന്നത്. ഇന്നിപ്പോൾ ആ പ്രതിഷേധത്തിന് നേരിയ ശമനമുണ്ട്. മൃതദേഹം ഇപ്പോഴും അജീഷിന്റെ വസതിയിലാണോ ഉള്ളത്? എന്താണ് മറ്റു വിവരങ്ങൾ? അഭിലാഷ്, ഇന്നലെ വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിനൊടുവിലായിരുന്നു ഇന്നലെ രാത്രിയോടെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഈ അജിയുടെ മൃതദേഹം അദ്ദേഹത്തിന്റെ സ്വന്തം വസതിയിലേക്ക് കൊണ്ടുവന്നത്. ഇന്ന് വൈകുന്നേരം 3 മണിയോടെ ആയിരിക്കും ഈ പൊതുദർശനത്തിന് ശേഷം സംസ്കാരം ഉണ്ടാവുക. അതേസമയം തന്നെ ഇതിനെ എത്രയും പെട്ടെന്ന് ഈ ജനവാസ മേഖലയിൽ ഭീതി വിധിക്കാവുന്ന കാട്ടാനയെ എത്രയും പെട്ടെന്ന് പിടികൂടണം, മയക്കുവെടി വെക്കണമെന്നുള്ള ആവശ്യവും ശക്തമാവുകയാണ്. നിലവിൽ ഈ കാട്ടാനയുള്ളത് കാട്ടിക്കുളം ചേലൂർ ഭാഗത്താണ്. അവിടെ ഉണ്ടെന്നാണ് നിലവിലെ സൂചന. ഈ റേഡിയോ കോളർ സിഗ്നലുകൾ പ്രകാരമാണ് ഈ നിഗമനമുള്ളത്. എന്തായാലും വനപാലകർ ഈ ഭാഗത്ത് പരിശോധന നടത്തുന്നുണ്ട്. ഇന്ന് രാവിലെ പുലർച്ചെ ഈ പ്രദേശങ്ങളെല്ലാം തന്നെ വലിയ മഞ്ഞായതുകൊണ്ട് തെരച്ചിലിനെ ഇത് ബാധിച്ചു എന്ന് തന്നെ വേണം പറയാൻ. എന്തായാലും ഉടനെ തന്നെ ഇതിനെ ട്രാക്ക് ചെയ്ത ശേഷം മറ്റു മയക്കുവെടി വെക്കാനുള്ള ഒരു നീക്കങ്ങളായിരിക്കും നടക്കുക. എന്തായാലും മുത്തങ്ങിയിൽ നിന്നും കുങ്കിയാനകളെ എത്തിച്ചിട്ടുണ്ട്. സുരേന്ദ്രനും സൂര്യയും അടക്കമുള്ള കുങ്കിയാനകളെയാണ് ഇവിടെ എത്തിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്നലെ ഇതിനെ മയക്കുവെടി വെക്കാനുള്ള ഉത്തരവ് ലഭിച്ചിരുന്നു. എന്തായാലും ഇന്ന് രാവിലെ മുതലേ ഇതിനെ ഉടനെ തന്നെ ട്രാക്ക് ചെയ്ത ശേഷം മറ്റു നടപടികളിലേക്ക് കടക്കുമെന്നാണ് എന്തായാലും അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും അതിനുള്ള നടപടികളിലേക്കാണ് നീങ്ങുന്നത്. MS അനീഷ് കുമാർ കൂടി ചേരുന്നുണ്ട്. അനീഷ്, ആനയെ മയക്കുവെടി വെക്കാനുള്ള ദൗത്യം ആണ് ഇനി വിജയിക്കേണ്ടത്. ആന ഇപ്പോൾ ഈ വനമേഖലയിലേക്ക് നീങ്ങിയിട്ടുണ്ട് എന്ന തരത്തിലൊക്കെ റിപ്പോർട്ടുകൾ വരുന്നുണ്ടായിരുന്നു. ആനയെ പൊസിഷനിങ് ചെയ്യാൻ ഈ ദൗത്യസംഘത്തിന് സാധിച്ചിട്ടുണ്ടോ? എന്താണ് വിവരങ്ങൾ? ആനയെ ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ. ഇന്നലെ ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്നും, അതായത് അജീഷിന്റെ മരണം നടത്തിയ ഇടത്ത് നിന്നും കുറച്ച് കിലോമീറ്ററുകൾ മാറി ഇപ്പോൾ മണ്ണുണ്ടി എന്ന സ്ഥലത്താണ് ഇപ്പോൾ ആന നിൽക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ ഈ മണ്ണുണ്ടിയിൽ വനത്തിനകത്തേക്കാണ്, അല്ലെങ്കിൽ വനമേഖലയോട് ചേർന്ന സ്ഥലത്താണ് ഇപ്പോൾ ആനയുടെ സാന്നിധ്യം ഉള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ആ മേഖലയാണ്. വരണ്ടുണങ്ങി നിൽക്കുന്ന ഒരു സ്ഥലം കാണാം. മരങ്ങളൊക്കെ നിൽക്കുന്ന
മനസ്സിലാക്കുന്നത്. അതിനപ്പുറമാണ് ആന ഉള്ളതെന്ന് പിടികിട്ടുന്നു. പോലീസും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമൊക്കെ ഈ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അവർ ഈ സ്ഥലത്ത് തമ്പടിക്കുന്നു. കാട്ടിലൊക്കെ നമുക്ക് ഈ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം കാണാൻ അവിടെ നിലയുറപ്പിച്ചിരിക്കുന്നു. എന്തായാലും കാട്ടിൽ നിന്നും 2-3 തവണ ഇറങ്ങിയ ശേഷമാണ് ആന പിന്നീട് വീണ്ടും ഈ പരിസരത്തേക്ക് തന്നെ കയറുകയുണ്ടായത്. ചില വാഴത്തോട്ടത്തിലും മറ്റുമൊക്കെ ആന പോയിരുന്നുവെന്നും നമുക്ക് മനസ്സിലാക്കുന്നു. എന്തായാലും ആനയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ട്. ആനയെ രാവിലെ ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നു. പുലർച്ചെ സമയത്ത് ഈ ട്രാക്ക് ചെയ്യുന്ന റേഡിയോ കോളറിൽ നിന്നും കൃത്യമായ സിഗ്നൽ ലഭ്യമല്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ അത് മാറി ഇപ്പോൾ അത് ട്രാക്ക് ചെയ്യാൻ കഴിഞ്ഞിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ മേഖലയിലെ ആളുകളോട് തന്നെ ഇവിടെ കണ്ടിരുന്നോ ചേട്ടാ? നിങ്ങൾ ആനയെ കണ്ടിരുന്നോ? ഞങ്ങളിപ്പോ വന്നേ ഉള്ളൂ. കണ്ടില്ല. ഇവിടെ ഉണ്ടെന്നാണ് ഇപ്പൊ അവർ പറയുന്നത്. ഈ ഭാഗത്ത് ഉണ്ടെന്നാണ് പറയുന്നത്, അറിയില്ല. അവിടുന്ന് ഇന്നലെ രാത്രി ഇറങ്ങിപ്പോയി ആ ജനവാസ കേന്ദ്രങ്ങളിൽ തന്നെയല്ലേ പോയത്? വല്ല പ്രശ്നങ്ങളും രാത്രി ഇവിടെ വന്നാൽ കയറിയിരുന്നെന്നാ പറഞ്ഞ പറമ്പിലൊക്കെ. പിന്നെ ആരും കണ്ടിട്ടില്ല. പിന്നെ ഈ ലൊക്കേഷനിൽ എവിടെയാണ് ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ കാണാൻ പറ്റിയില്ല ഇതുവരെ ഏറ്റവും കാണാൻ പറ്റില്ല. ഇവര് ലൊക്കേഷൻ കൃത്യമായിട്ട് അറിഞ്ഞുകൊണ്ടാണ് ഈ വാഹനങ്ങളും എല്ലാം ഇവിടെ വന്ന് DF അടക്കമുള്ള ആൾക്കാരുടെ വന്നിട്ട് 2 മിനിറ്റ് മുമ്പ് ഇവിടുന്ന് തിരിച്ചു പോയിട്ടുണ്ട്. ഈ ഭാഗത്തും ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് അറിയുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ കാട്ടിന്റെ ഉള്ളിൽ കയറിയിട്ട് നമുക്ക് നോക്കാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ ഈ ഭാഗത്ത് സംഭവമുണ്ട്. ജനത്തെ അജീനെ കൊന്ന ആന ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. കോളർ ഐഡിയുള്ള ആനയാണ്. ഇവർ ഡ്രോണൊക്കെ വെച്ചിട്ട് പരിശോധനയും കാര്യങ്ങളൊക്കെ നടത്തി ഏകദേശം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റുകാർക്ക് ഏകദേശം ലൊക്കേഷൻ കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് അവരുടെ വാക്കുകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇതിന് കുറച്ചപ്പുറത്തേക്ക് കയറിയ കർണാടക ഫോറസ്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ഫുള്ള് കൈ ഒഴിഞ്ഞ് കർണാടകത്തിലേക്ക് പോയി എന്ന് പറഞ്ഞ് ആ കൈ ഒഴിഞ്ഞ് പോകാം. ഈ കർണാടക ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഒരു 4 കിലോമീറ്റർ അപ്പുറത്തെ കർണാടക ഫോറസ്റ്റാണ്. ആനയെ സംബന്ധിച്ച് ആ 4 കിലോമീറ്റർ കടന്നു വരാൻ പ്രയാസമൊന്നുമില്ല. ഇവിടെ സിബി എന്ന് പറഞ്ഞാളെയും ഈ നിൽക്കുന്ന ആ മാടത്തിന്റെ തൊട്ടടുത്ത് ചെല്ലെന്ന് പറഞ്ഞാളെയും ആന അവിടെ ചവിട്ടിക്കൊന്ന സ്ഥലമാണ്. അതേപോലെ 6ഓളം പേരെ ഈ നാട്ടിൽ തന്നെ ആന കൊന്നൊരു സ്ഥലമാണ്. ഇപ്പോൾ വളരെ ഭീതിയിലാണ് ആൾക്കാർ. കുറെ ആളുകൾ വരാണ്ടിരിക്കുന്ന ഭീതി കൊണ്ടാണ്. അല്ലെങ്കിൽ ഇവിടെ ഈ ആൾക്കാരൊന്നല്ല അവിടെ ഉണ്ടാവേണ്ടത്. കടുത്ത ഭീതിയിലാണ്. അതിനുള്ള ഭീതി പോലും ഇവരുടെ ആശങ്ക പോലും ഒന്ന് പരിഹരിക്കാണ്ട് തന്നെയാണ് ഇവിടുന്ന് DF അടക്കമുള്ള ആൾക്കാർ ഇവിടുന്ന് തിരിച്ചു പോയിട്ടുള്ളത്. അതിൽ നമുക്ക് ഇതിപ്പോ ഇവിടെ കുറച്ചു ദൂരം കഴിഞ്ഞാൽ ഇവർ പറയുന്നത് നമുക്ക് ഇവർ ലൊക്കേറ്റ് ചെയ്തേക്കുന്ന ഈ ഭാഗങ്ങളാണ്. ഏകദേശം ഒരു 1 കിലോമീറ്റർ ചുറ്റളവിൽ ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. അതിന് ഫോറസ്റ്റിൽ വെച്ച് മയക്കുവെടി വെക്കാൻ പറ്റില്ല എന്നൊക്കെ ഇപ്പോൾ പറയുന്നുണ്ട്. മയക്കുവെടി വെക്കാൻ മിനിസ്റ്റർ ഓർഡർ ചെയ്തെന്ന് അങ്ങനെ ഒരു മിനിസ്റ്റർ അങ്ങനെ പറയുന്നുണ്ട്. ഇപ്പൊ എന്തായാലും നമ്മൾ വിശ്വസിക്കുന്നില്ല. എന്തായാലും എന്തെങ്കിലും ഒരു തീരുമാനമാവാണ്ട് കടുത്ത സംഘർഷത്തിലേക്ക് തന്നെ ഇന്നലെ ഉണ്ടായതിനേക്കാളും കടുത്തൊരു സംഘർഷത്തിലേക്ക് തിരുനെല്ലി പഞ്ചായത്ത് അടക്കം പോകേണ്ട സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. ഇപ്പം കാട്ടിലേക്ക് കയറിപ്പോയാലും നിങ്ങളുടെ ആശങ്ക മാറുന്നില്ലല്ലേ? അത് മയക്കുവെടി വെച്ച് പിടികൂടിയാൽ പിന്നെ കുറച്ചുകൂടെ അല്ല, കാട്ടിലേക്ക് കയറിപ്പോയി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കയറുന്ന സാധനം അവിടെ പോരും. അതിനേക്കാളും സ്പീഡിൽ ഇറങ്ങി വരും. ഒന്ന് ഇരുട്ടി കഴിഞ്ഞാൽ ഒന്ന് 6 മണിയായി കഴിഞ്ഞാൽ അതിനേക്കാളും സ്പീഡിൽ ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന സാഹചര്യമാണ്. ഇവിടെ ഇപ്പോൾ വെള്ളമുണ്ട്, കാര്യങ്ങളുണ്ട്, എല്ലാ സൗകര്യം. ആനയ്ക്ക് നിലനിൽക്കാനുള്ള ഏകദേശം സാഹചര്യങ്ങളെല്ലാം ഉണ്ട്. അതേപോലെ കൃഷിയിടങ്ങളാണ്, ചക്കയുണ്ട്, മാങ്ങയുണ്ട്, ചക്കയൊക്കെ പഴുത്തു വരുന്ന സാഹചര്യമാണ്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ ഈ ചക്കയും മാങ്ങയൊക്കെ പറിച്ചിട്ട് പോകുന്നതിന് നമുക്ക് പ്രയാസങ്ങളൊന്നുമില്ല. പക്ഷേ നമ്മുടെ വീട്ടിൽ കിടന്നുറങ്ങുന്നവരെ വീട്ടിൽ കയറിയിട്ട് ആക്രമിക്കുന്ന ഒരു ആനയാകുമ്പോൾ എന്തായാലും ആളുകൾക്ക് ആശങ്കയുണ്ടാവും. ഇവിടെ ഉണ്ടായിരുന്നു ആന വന്നിരുന്നു രാവിലെ? ഇല്ല, ഒന്നും ഞങ്ങൾ കാട്ടിൽ തെരഞ്ഞിട്ട് ഇപ്പൊ വന്നത്. ഈ സൈഡിൽ കൂടി ഇങ്ങനെ വന്നിട്ട് കടന്ന് കണ്ടിട്ടില്ല. ഈ ഭാഗത്ത് ട്രാക്കറിൽ അങ്ങനെ ഈ ഭാഗത്ത് വന്ന് ഇങ്ങോട്ട് വന്നെന്നുള്ള വിവരം ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ തെരഞ്ഞിട്ടൊന്നും കണ്ടില്ല. ഇതില അതെ, അല്ല, നമ്മൾ തെരഞ്ഞു വരികയാണ്. നിങ്ങൾ രാത്രിയിലാണോ അതോ രാവിലെയാണോ തുടങ്ങിയത്? ആനെ നിങ്ങൾ തെരഞ്ഞിട്ടില്ല, ഒന്നുമില്ല. ഫോറസ്റ്റുകാരെ നിങ്ങൾക്ക് ഒരു ഓർഡർ അങ്ങനെ തന്നിട്ടില്ല തരാനൊന്നും. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഈ സൈഡിൽ കൂടെ പോയിട്ടുണ്ടാവും. ഈ ബോർഡർ സൈഡിൽ കയറി നമുക്ക് ഇവിടെ നോക്കി ആനെ കാണൂടെ? നേരെ ഇരുമ്പാലത്തിന് ഉള്ള വഴി, ഈ സൈഡ് വഴി ഇതേ ഉള്ളൂ. നാട്ടിലൊന്നും കയറി പോകണ്ട. വീട്ടിലൊക്കെ പൈസ മേടിക്കാനൊന്നും അച്ഛനൊക്കെ നമ്മൾ തന്നെ വരേണ്ടി വരും. ഇവരോട്ട് തരുവില്ല. കൃത്യമായ ചിത്രം നമുക്ക് കൃത്യമായിട്ട് ഒരു ഉത്തരം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇടുന്നോ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് അധികാരം ഇടുന്നത് തന്നിട്ടില്ല. അവർ ഈ ഏരിയയിൽ ഉണ്ടെന്നൊരു വേറെ ഒരു ഹൂമർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടായിരിക്കാം, ഉണ്ടെന്നുള്ള വ്യവസ്ഥ വെച്ചിട്ടായിരിക്കും അവർ ഇവിടെ വന്ന് തമ്പടിച്ചിട്ടുള്ളത്. DF ഇവിടെ വന്നവനെക്കാട്ടും സ്പീഡിൽ അവർ പോവുകയും ചെയ്തു. പിന്നെ പോകുന്നു പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. ഞങ്ങൾ ഇവിടെയുള്ള ജനങ്ങളോട് ആരോടും സംസാരിച്ച് ഞങ്ങൾ അവരോട് ചോദിച്ചില്ല. ഇനിയിപ്പോൾ അവരെ തടഞ്ഞാൽ അങ്ങനെ ഒരു ഇങ്ങനെ ഏതാന്നുള്ളത് നോക്കിയിട്ട് ചെയ്യാന്ന് വെച്ചാൽ അവരുടെ ഉണ്ടെങ്കിൽ ഒരു സംഘർഷാവസ്ഥയിൽ ഞങ്ങൾ നീങ്ങണമെന്നുണ്ട് കാഴ്ചപ്പാടായിരുന്നു ഞങ്ങളുണ്ട്. എന്തായാലും ഇത് ഒരു സംഘർഷത്തിലോട്ട് തീരുള്ളൂ. ഇന്നലത്തെക്കാട്ടും വലിയൊരു രീതിയിലോട്ട് വരും. ചിലൊരു കാര്യം അങ്ങനെ മോശക്കാരൊന്നും അല്ല. ഇത് വളരെ വിശാലമായ ഒരു മേഖലയാണ്. ഇതിന്റെ തൊട്ടപ്പുറം കർണാടക വനമേഖലയാണ്. വിശാലമായ സ്ഥലം നമുക്ക് കാണാം. തൊട്ടിപ്പുറത്തൊരു ചെക്ക് ഡാം പോലെയുണ്ട്, ജലസ്രോതസ്സുണ്ട്, ആനയ്ക്ക് കുടിക്കാനുള്ള വെള്ളമുണ്ട്. ഇത് കഴിഞ്ഞാൽ ഈ വനമേഖല കഴിഞ്ഞാൽ കൃത്യമായി അതിര് തിരിയുന്ന ഇടം ഒരു ചെറിയ കാപ്പിത്തോട്ടം, അതായത് കാർഷിക മേഖല. ആ ചെക്ക് ഡാമും ഈ ആ വനവും തമ്മിലുള്ള വ്യത്യാസം
അല്ലെങ്കിൽ ഈ കൃഷി മേഖലയും വനവും തമ്മിലുള്ള വ്യത്യാസം ഈ മുന്നിൽ കൂടെ പോകുന്ന ഈ ചെറിയ പുഴയും ചെക്ക് ഡാമുമാണ്. അതുകൊണ്ട് ജലസമൃദ്ധമായ ഇടമായതുകൊണ്ട് ആനയ്ക്ക് വെള്ളം കുടിക്കാനും മറ്റും വളരെ സുഗമമായ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഒപ്പം കൃഷിയിടത്തിലെത്തിയാൽ നിരവധി കൃഷി സ്ഥലങ്ങളുണ്ട്, ഒരുപാട് വസ്തുക്കൾ അവയ്ക്ക് ഭക്ഷണമായി ലഭിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. എന്തായാലും അതൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ വലിയ ആനശല്യം നേരത്തെയും നേരിട്ട് ഇടുന്ന ഒരു പ്രദേശമാണ്. നേരത്തെ 2 പേർ ഇവിടെ ഈ ആനാശല്യത്തിൽ മരിച്ചു എന്ന് പറയുന്ന മണ്ണുണ്ടി കോളനി ഭാഗത്താണ് ഇപ്പോൾ ആന ഉള്ളതെന്നാണ് വിവരം ലഭിച്ചത്. പക്ഷേ കൃത്യമായി ദൃശ്യപരിധിയിൽ ആന ഇപ്പോൾ നിലവിലില്ല. ആളുകൾ അങ്ങേയറ്റം ആശങ്കാകുലരായി തന്നെ ഇവിടെ നിലയുറപ്പിച്ചിരിക്കുകയാണ്. DFO അല്പസമയം മുമ്പ് സ്ഥലത്ത് എത്തിയ ശേഷം മടങ്ങിപ്പോയിരിക്കുന്നു. പിന്നീട് ഈ നാട്ടുകാർക്ക് സംബന്ധിച്ചൊരു കൃത്യമായ വിവരം അവരുടെ ഭാഗത്തുനിന്നും ലഭ്യമാക്കിയിട്ടില്ല. റവന്യൂ വകുപ്പിന്റെയും മറ്റുമൊക്കെ വാഹനങ്ങൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. ഇവിടെ നിന്നും കുറച്ച് മാറി പോലീസിന്റെ വലിയ വാഹനങ്ങളും പോലീസ് സേനയും ഒക്കെ വിന്യസിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ആശങ്ക ഒട്ടും ഒഴിയാതെ നിൽക്കുകയാണ്. ഇവിടെ പോലീസിന്റെയും വനംവകുപ്പിന്റെയും ഒക്കെ വാഹനങ്ങൾ ഇവിടെ തന്നെ കിടക്കുന്ന കാഴ്ച കാണാം. നമുക്ക് മുന്നോട്ട് പോയാൽ കുറച്ചുകൂടി അത്തരം കാഴ്ചകൾ കാണാൻ കഴിയും. ഇത് കർണാടകത്തിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. ഒരുപക്ഷെ അങ്ങനെയെങ്കിൽ കർണാടക അതിർത്തിയിലേക്ക് ഈ ആന പോയാൽ ഒരു മയക്കുവെടി വെക്കേണ്ട ആവശ്യം വരില്ല. കാരണം പിന്നീട് അത് കർണാടക വനവകുപ്പിന്റെ കീഴിൽ അല്ലെങ്കിൽ കർണാടക സർക്കാരിന്റെ കീഴിലുള്ള ഒരു ഇടത്തേക്ക് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അത് തന്നെയാണ് നാട്ടുകാരും പറയുന്നത്. കാരണം കർണാടകത്തിലേക്ക് കടന്നുപോയാൽ പിന്നീട് അത് വീണ്ടും തിരിച്ചു വരാനുള്ള ഒരു സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല എന്നും പറയുന്നു. നാട്ടുകാർ അങ്ങേയറ്റം ആശങ്കാകുലരായി തന്നെ ഇവിടെ നിലയുറപ്പിച്ചിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാം. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം. അവർക്ക് ഈ ആനയുടെ സാന്നിധ്യം ദൃശ്യമായിരുന്നു. ആനയെ ഇവിടെ ആന കണ്ടിരുന്നോ? ഇന്നലത്തെ ആന കണ്ടില്ല. ആന അക്കരെ കാട്ടിലുണ്ടായിരുന്നു. ഈ ആനൊന്നും അറിയില്ല. കാട്ടിൽ ആനയുണ്ട്. അത് എങ്ങനെ അറിഞ്ഞു? കണ്ടോ? നമ്മള് ഒരു 8 മണിക്കൊക്കെ ഓടിക്കുന്ന നമുക്ക് വെക്കില്ല. ആനയൊന്നും അറിയും, തിരിച്ചറിയും. ആണല്ലേ? ഇത് ഇവിടെ സ്ഥിരം ആന വരുന്ന സ്ഥലമാണോ? ആന വരുന്ന സ്ഥലം സ്ഥിരം. അതിപ്പം അജിയെ കൊന്ന ആന തന്നെയാണ് എന്ന് ഇല്ല ഇല്ല അറിയില്ല. അതറിയില്ല. പക്ഷെ ആന ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പ്. ആന ഉണ്ട്. പക്ഷെ ഇത് അങ്ങോട്ട് പോയ പിന്നെ കർണാടക അല്ലേ? അല്ലേ? ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ പോണം. ഇതിലെ പോയാണ്. ഇതിലെ വഴി പോയാൽ തന്നെ കർണാടകത്തിൽ ചെല്ലാൻ പറ്റും. ചെല്ലാൻ പറ്റും. അത് അങ്ങോട്ട് ചെന്നാൽ പിന്നെ ആന അങ്ങോട്ട് പോയാൽ പിന്നെ ഇവർക്ക് ഇതിന്റെ ആവശ്യമില്ല. ഇല്ല. അത് പോയാൽ പിന്നെ കർണാടകത്തിൽ പോയാൽ പിന്നെ ഇവര് നമുക്ക് ഒഴിവായി പോവാം. പക്ഷെ തിരിച്ചു വരില്ലെന്ന് പറയാൻ പറ്റില്ല. അത് പറയാൻ പറ്റില്ല. വെടിവെച്ച് പിടികൂടി കൊണ്ടുപോയാൽ കുറച്ചുകൂടെ സമാധാനമായിരുന്നു നിങ്ങൾക്ക് അല്ലേ? അങ്ങനെ തന്നെ. എന്തായാലും വനമേഖലയിൽ തന്നെയാണ് ഉള്ളത്. ആ ജനവാസ മേഖലയിൽ നിന്നും മാറിയിരിക്കുന്നു. പക്ഷേ ചെറിയ ദൂരം മാത്രമാണ് ഈ ജനവാസ മേഖലയിലേക്ക്. ഈ ആ വനത്തിൽ നിന്നും തൊട്ടിപ്പുറത്താണ് ഈ ആളുകൾ താമസിക്കുന്ന ഇടമുള്ളത്. അതുകൊണ്ട് ആശങ്ക പൂർണ്ണമായും അകലുന്നില്ല. പോലീസും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഒക്കെ ഈ സ്ഥലത്ത് തമ്പടിക്കുന്നു. ക്യാമ്പ് ചെയ്ത് കാര്യങ്ങൾ വിലയിരുത്തുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും വനമേഖലയോട് ചേർന്ന ഇടം കർണാടകത്തിന്റെയും കേരളത്തിന്റെയും ഏതാണ്ട് അതിർത്തി പ്രദേശത്താണ് ഇപ്പോൾ ആന ഉള്ളതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. തദ്ദേശവാസികൾ ആനയുടെ സാന്നിധ്യം ഉണ്ട് എന്ന് ഉറപ്പിച്ചു പറയുന്നു. പക്ഷേ ഇന്നലെ അവിടെ അജിയെ കൊന്ന ആന തന്നെയാണോ എന്ന കാര്യത്തിൽ ഒരു ഉറപ്പില്ല. നമുക്ക് കണ്ടോ? ആന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ രാവിലെ ഇവിടെ? അതോ ഇവിടെ നിന്ന് ആരും രാവിലെ കണ്ടിട്ടില്ല. പക്ഷെ നമ്മുടെ ഫോറസ്റ്റ് സാറാണ് രാവിലെ വിളിച്ച് പിന്നെ ഒരു ഫോറസ്റ്റിന്റെ മണ്ണുണ്ടി ഏരിയയിൽ ആ സ്ഥലത്ത് ആനന്റെ സിഗ്നൽ കണ്ടു എന്നാണ് പറഞ്ഞത്. ഈ വാർഡിലെ മെമ്പറും കൂടെയാണ്. മെമ്പറാണ്. അപ്പൊ ആളുകൾക്ക് ഇപ്പോൾ തന്നെ ഒരു ആശങ്കയായിരിക്കും. അതെ അതെ അതെ. രാവിലെ വിളിച്ച് എല്ലാവരുടെ അടുത്തും പറഞ്ഞ് വീട്ടിൽ തന്നെ നിൽക്കണം, പുറത്തേക്ക് ആരും ഇറങ്ങിപ്പോണ്ട. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഉള്ളവർ കുറെ പേര് പശു, ആടും, പോത്തും ഒക്കെ വളർത്തുന്ന ആൾക്കാരാണ്. അവർ ഈ ഒരു 10 മണിയാകുമ്പോഴത്തേന് എല്ലാവരും ഫോറസ്റ്റിലേക്ക് പോകും. അപ്പൊ പിന്നെ അതുകൊണ്ടാണ് രാവിലെ തന്നെ അവരെ വിളിച്ച് അവർക്ക് അറിയിപ്പ് കൊടുത്തത്. ഇന്നാരും കാട്ടിലേക്ക് പോരുന്നു ഇല്ല. പറഞ്ഞിട്ടുണ്ട്. വാർഡ് തലത്തിൽ തന്നെ ഒരു 10-15 ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൽ മൊത്തം മെസ്സേജ് ഇട്ടിട്ടുണ്ട്. വാട്സാപ്പിന്റെ ആരും അങ്ങോട്ട് പോകരുത്. ഇങ്ങനെ ഇന്നലത്തെ ആന നമ്മുടെ മണ്ണുണ്ടി പ്രദേശത്തേക്കാണ് ഇറങ്ങിയിട്ടുള്ളത്. എല്ലാവരും ജാഗ്രത പാലിക്കണമെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ആളുകളെല്ലാം ഇങ്ങനെ പാസ് ചെയ്ത് പോവായിരിക്കും. അതെ. അതിപ്പോ പക്ഷെ ഇത് കാട്ടിലേക്ക് പോയാലും കുറച്ച് ദൂരമല്ലേ കർണാടകത്തിനുള്ളൂ? അതെ അതെ. അപ്പൊ ഈ പ്രദേശം മൊത്തം അങ്ങോട്ടേക്കൊക്കെ ഫുള്ളും കർണാടകയാണ്. നമ്മൾ ഇവിടെയുള്ളവർ കുറെ പേര് ഫോറസ്റ്റ് ഏരിയയിൽ തന്നെ, നിങ്ങൾ കണ്ടാൽ തന്നെ അറിയാലോ, കുറെ പേര് ഫോറസ്റ്റ് ഏരിയയിൽ തന്നെയാണ് ഇവിടെ ഉള്ളവർ കുറെ പേര്. അപ്പോൾ ആനേനെ നമുക്ക് ഇവിടെ എന്തായാലും
എന്താ പറയുക, ഞങ്ങൾക്ക് ഇനി ഇവിടെ ജീവിക്കാനുള്ള ആൾക്കാരാണ്. അപ്പോൾ അവരെന്തായാലും ആനേനെ ഒന്നിക്കലും അതിനെ എന്തെങ്കിലും ചെയ്യണം. അതിനെ കൊല്ലണം തന്നെയാണ് ഞങ്ങളുടെ ഇവിടെ നാട്ടുകാരുടെ അഭിപ്രായമൊക്കെ അത് തന്നെയാണ് പറയുന്നത്. അതിനെ ഇപ്പോൾ സാറടുത്ത് ചോദിച്ചപ്പോൾ സാറിപ്പോൾ പറഞ്ഞ അതിനെ മുത്തങ്ങയ്ക്ക് കൊണ്ടുവിടുകയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെയുള്ള ആൾക്കാരുടെ പകലെ ആൾക്കാർ ഇത് കർണാടകത്തിലോട്ട് കയറിപ്പോയാലും അതൊരു തലവേദനയല്ലേ, പിന്നെ തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. ഇപ്പം അങ്ങനത്തെ ഒരു എന്താ പറയാ പേടിയിലാണ് നമ്മളിവിടെ ജീവിക്കുന്നത്. സ്കൂളൊക്കെ ഇന്നിപ്പോ ഇന്നിപ്പോ ഞായറാഴ്ചയാണ്. ശരി, ഇന്ന് പ്രവൃത്തി ദിനമല്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ട്. അതാണ് അവിടെ നമ്മുടെ വാർഡിൽ ഒരു സ്കൂളേ ഉള്ളൂ, SCCLP സ്കൂള് മാത്രമേ ഉള്ളൂ. അത് മറ്റു കാര്യങ്ങളൊക്കെ കൃഷിയൊക്കെ അടക്കമുള്ള കാര്യങ്ങളൊന്നും നിർത്തി വെച്ചേക്കുവാന്ന് തോന്നുന്നില്ലേ? അതെ അതെ. അന്ന് ഒന്നാമത് സൺഡേ ആയത് കാരണം പൊതുവായിട്ട് അങ്ങനെ ആരും പണിക്ക് പോകുന്നില്ലേ. പിന്നെ എന്താ പറയാ, പിന്നെ അല്ലാത്ത പക്ഷമാണെങ്കിൽ കുറേ പേര് നമ്മുടെ ഇവിടെ ഉള്ളവർ ഈ പശുവിനെ വളർത്തൽ അങ്ങനെയുള്ളവരാണ്. അവരെ രാവിലെ അങ്ങ് ഇതാക്കി ചിലപ്പം അഴിച്ചു വിടുകയാണ് ചെയ്യുന്നത്. അവരെ കൂടെ ഒരാൾ കാവലിന് അങ്ങനെ നടക്കുകയാണ് ചെയ്യുന്നത്. എന്നാരും ഇത്ര നേരം, കാരണം ഒരു ഇത്ര രാവിലെ ഇറങ്ങൂല. എന്തായാലും ഏകദേശം ഒരു 10 മണിക്ക് ശേഷം. പേരെന്താണ്? എന്റെ പേര് രജനി. രജനി വാർഡ് അംഗമാണ് നമ്മോടിപ്പോൾ സംസാരിച്ചത്. അവർ രാവിലെ തന്നെ വാർഡിന്റെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലും മറ്റുമൊക്കെ ഈ വിവരം ഷെയർ ചെയ്തു. കാരണം ഈ മണ്ണുണ്ടി ഭാഗത്ത് ഈ തിരുനെല്ലി ഗ്രാമപഞ്ചായത്തിൽ കീഴിൽ വരുന്ന സ്ഥലമാണ്. അവിടെ ആനയുടെ സാന്നിധ്യം കണ്ടിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് ആരും ഈ കാട്ടിലേക്ക് പശുവിനെ മേയ്ക്കാനോ മറ്റു കാര്യങ്ങൾക്കോ പോകരുത് എന്ന നിർദ്ദേശം പഞ്ചായത്തിൽ നിന്നും നൽകിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോഴും ഇവിടെ ഈ പോലീസും വനം വകുപ്പും ഉന്നത ഉദ്യോഗസ്ഥരുമൊക്കെ ഇവിടെ ക്യാമ്പ് ചെയ്ത് സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണ്. നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം തികഞ്ഞ ആശങ്കയിൽ തന്നെയാണ് ഇപ്പോഴും കഴിയുന്നത്. MS അനീഷ് കുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അനീഷ്, ഒരു കാര്യം കൂടി, ഈ ആശങ്ക അറിയിച്ച പ്രദേശവാസികളൊക്കെ അനീഷിനോട് സംസാരിക്കുമ്പോൾ അവരിൽ കൃത്യമായൊരു രോഷമുണ്ട്. ഇങ്ങനെയൊന്നും പോയാൽ പോരാ, ഇത് ഒരു സംഘർഷത്തിലേക്ക് കലാശിക്കൂ എന്ന്. അതായത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് കുറച്ചുകൂടി ജാഗ്രതയും വേഗതയും വേണമെന്നാണോ അവർ പറയുന്നത്? ആന വരുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള അറിയിപ്പുകൾ നൽകിയിട്ടില്ല എന്നുള്ളത് പലപ്പോഴും പറയുന്നുണ്ട്. അങ്ങനെയുള്ള വിഷയങ്ങൾ തീർച്ചയായും നമ്മളോട് നേരത്തെ പഞ്ചായത്ത് അംഗം സൂചിപ്പിച്ചതുപോലെ തന്നെ ആളുകൾക്കൊരു ഭയം ഇപ്പോഴും ഉണ്ട്. കാരണം ഈ ഒരാളെ ഇന്നലെ കൊന്ന ആനയാണ്. ആ ആന ആ സ്ഥലത്തു നിന്നും മാറി മറ്റൊരിടത്തേക്ക് വരുന്നു. അവിടെ കാട്ടിനകത്താണ് നിൽക്കുന്നത്. കാരണം ജനവാസ മേഖലയിൽ നിന്നും അല്പദൂരം മാത്രമേ ഉള്ളൂ. നമുക്ക് മുന്നിൽ കാണുന്ന ആ മേഖലയിലുണ്ട് ആന എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു നേരത്തെ നമ്മൾ കണ്ടത് ഒരു ആദിവാസിയായ ആളെയാണ്. അദ്ദേഹം പറഞ്ഞത് രാവിലെ ആനയുടെ സാന്നിധ്യമുണ്ട്. പക്ഷേ അത് അജീഷിനെ കൊന്ന ആന തന്നെയാണോ മറ്റേതെങ്കിലും ആനയാണോ എന്ന കാര്യത്തിൽ കൃത്യമായ ഒരു ഉറപ്പ് അവർക്ക് പറയാൻ കഴിയില്ല. പക്ഷേ വനവകുപ്പിന്റെ ട്രാക്കറിൽ നിന്നും ഈ മേഖലയിൽ ആനയുടെ ആ സാന്നിധ്യം വ്യക്തമാവുകയും ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത് ഈ പരിധിയിൽ തന്നെ ആന ഉണ്ട് എന്ന കാര്യം ഏതാണ്ട് ഉറപ്പാണ്. പക്ഷേ അവിടെ നിന്നും വളരെ ചെറിയ ദൂരം മാത്രമാണ് കർണാടക വനമേഖലയിലേക്കുള്ളത്. അങ്ങനെയെങ്കിൽ കർണാടക വനമേഖലയിലേക്ക് ആന കടന്നാൽ പിന്നീട് നമുക്കറിയാം ചെറിയ അതിര് വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും പരസ്പരം കൈ കഴുകുന്ന സംവിധാനങ്ങളാണ്. അതുകൊണ്ട് കർണാടകത്തിന്റെ ഭാഗത്തേക്ക് ആന പോയാൽ പിന്നീട് അത് പിടികൂടുന്നതിനുള്ള ബാധ്യത ഈ കേരളത്തിലെ വനവകുപ്പിന് ഇല്ല. അത് കർണാടകം നോക്കട്ടെ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തും. അങ്ങനെയാണെങ്കിൽ പിന്നീട് വീണ്ടും ജനവാസ മേഖലയിലേക്ക് ഈ ആന എത്താനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ല. അത് വലിയ ആശങ്ക വർദ്ധിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ആനയെ വെടിവെച്ച് പിടികൂടി കാട്ടിലേക്ക്, അല്ലെങ്കിൽ മയക്കുവെടി വെച്ച് പിടികൂടി കാട്ടിലേക്ക് തന്നെ അയക്കണം, അല്ലെങ്കിൽ മുത്തങ്ങയിൽ കൊണ്ടുപോയ ശേഷം ഒരു നിയന്ത്രിതമായ സംവിധാനങ്ങളോടുകൂടി കാര്യങ്ങൾ ചെയ്യണം എന്ന ഒരു അഭിപ്രായമാണ് ഇപ്പോഴും ജനങ്ങളുടെ ഭാഗത്തുനിന്നും ഉള്ളത്. എന്തായാലും ഈ മേഖലയിലേക്ക് കൂടുതൽ ആളുകൾ, ഔദ്യോഗിക സംവിധാനങ്ങൾ എന്നിവയൊക്കെ എത്തുന്ന ഒരു കാഴ്ചയുണ്ട്. ഈ ട്രാക്കറിന്റെ സിഗ്നൽ പ്രകാരം മറ്റിടത്തേക്ക് ഇത് മാറിയോ എന്ന കാര്യം ഇപ്പോഴും ലഭ്യമല്ല. നമുക്ക് ആളുകൾ ഇല്ല, വ്യക്തമായൊരു വിവരമില്ല. അപ്പുറത്തെ ഭാഗത്തുണ്ട് എന്ന് പറയുന്നു, വ്യക്തമായൊരു വിവരമില്ല. എന്ത് തന്നെയാണെങ്കിലും വലിയ ആശങ്കയാണ്. അല്ല, ഇതിപ്പം ഈ വനമേഖലയോട് ചേർന്ന ഇടമാണ്. കുറച്ചു മാറിയാൽ കർണാടകത്തിന്റെ മേഖലയാണ്. പിടിക്കുന്ന ഉത്തരവാദിത്തത്തിൽ നിന്ന് പരസ്പരം അല്ല, ഫോറസ്റ്റിനകത്ത് കയറി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളത് നമുക്കും കൂടെ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. കാരണം അവിടെ മറ്റ് ആനകളും കൂടി ഉണ്ടാവും. പ്രത്യേകിച്ച് ഇവിടെ ആന കൂടുതലുള്ള സ്ഥലമാണ്. പിന്നെ തൊട്ടിപ്പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ കോളനി ഉൾപ്പെടെയുള്ള വലിയ പ്രദേശമാണ്. എന്ത് തന്നെയാണെങ്കിലും വലിയ ആശങ്കയിലൂടെയാണ് കടന്നു പോകുന്നത്. സാന്നിധ്യം കൃത്യമായൊരു വിവരം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഫോറസ്റ്റുകാർ പറഞ്ഞ വിവരമാണ് നമ്മുടെ അടുത്തുള്ളത്. ആന ഇതിലൊരു കുഴപ്പം എന്ന് പറയുന്നത് ഈ റേഡിയോ കോൾ എന്നുള്ള സിഗ്നൽ 20 മിനിറ്റിന് ശേഷമേ നമുക്ക് അവർക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ ആ 20 മിനിറ്റ് കൊണ്ട് കിട്ടുന്ന സമയത്ത് 20 മിനിറ്റ് ആന സഞ്ചരിച്ചിരിക്കും. അപ്പോൾ
അപ്പോൾ അതുകൊണ്ട് കൃത്യമായി ഐഡന്റിഫൈ ചെയ്യാൻ കഴിയുന്നില്ല. എന്നാൽ ഈ ലൊക്കേഷൻ ഉണ്ടെന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് ഇന്നലെ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ഉന്നതാധികാരികൾ, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഉന്നതാധികാരികളുടെ പിടിപ്പുകേടാണ് ഇത് ഇത്ര സംഭവിക്കാൻ കാരണം. കാരണം ഞാൻ 40 വർഷമായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാളാണ്. കേരളത്തിന്റെ ചീഫ് വൈൽഡ് വാർഡന് അടിയന്തരമായി ഇത്തരം കാര്യങ്ങൾ ഉത്തരവ് കൊടുക്കാൻ വേണ്ടി കഴിയണം. കാരണം തണ്ണീർക്കുമരൻ വന്ന സമയത്ത് രാവിലെ 7 മണിക്ക് ഞങ്ങൾ പറഞ്ഞു അടിയന്തരമായിട്ട് ഇതിനെ മയക്കുടി വെച്ച് പിടിച്ചുകൊണ്ടുപോകണമെന്ന് പറഞ്ഞു. വൈകുന്നേരം 3 മണിവരെ അദ്ദേഹം ഉത്തരവ് കൊടുത്തിട്ടില്ല. അവസാനം മുഖ്യമന്ത്രി ഇടപെട്ടതിന് ശേഷമാണ് ഉത്തരവ് കൊടുക്കുന്നത് തന്നെ. ഇന്നലെ രാവിലെ ഞങ്ങൾ പുലർച്ചെ തന്നെ വിളിച്ചു പറഞ്ഞു അടിയന്തരമായിട്ട് ഈ ആനെ പിടിക്കണം. കാരണം കോളറേഡ് പിടിപ്പിച്ച കർണാടകത്തിലെ ആന കുഴപ്പക്കാരുടെ ആനയാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. കോളറേഡി വെക്കേണ്ട കാര്യമില്ല ഇതിന്. അപ്പോൾ ആയതുകൊണ്ട് തന്നെ മയക്കുടി വെക്കണമെന്ന് പറഞ്ഞു. ഇന്നലെ 3:30-4 മണിക്കാണ് ഓർഡർ കിട്ടുന്നത്. ആ സമയത്തിന് മുമ്പ് ആനയെ മയക്കുടിച്ച് പിടിച്ച് കൊണ്ടുപോകാമായിരുന്നു. തികച്ചും നിരുത്തരവാദമായ പെരുമാറ്റം രാത്രിയാവുകയും ചെയ്തു. ഇന്നലെ രാത്രിയിലെ മനോഹര ചാനലിൽ ഞാൻ കൃത്യമായി പറഞ്ഞു ആന നമുക്ക് പിടിക്കാൻ വേണ്ടി കഴിയില്ല. കാരണം രാത്രി ആയി കഴിഞ്ഞിട്ട് ആന പുറത്തേക്ക് ഇറങ്ങിപ്പോവും. എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഇതിലെന്ത് ചെയ്യണം? എന്റെ വ്യക്തിപരമായ അഭിപ്രായത്തിനകത്ത് ഇത്തരം സന്നിഗ്ധ ഘട്ടങ്ങളിൽ സ്ഥലം DFOയ്ക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനും പിന്നെ സ്ഥലം SP-ക്കും കൂടി തീരുമാനം എടുത്തുകൊണ്ട് ഇത്തരം ആനകളെ മയക്കുടി വെക്കാനുള്ള അധികാരം കൊടുക്കാൻ വേണ്ടി കഴിയണം. നട്ടലുള്ള ഭരണാധികാരികളുണ്ടാകണം. ഇക്കാലത്തല്ല, എല്ലാ കാലത്തെ അനുഭവമാണ്. ഇന്നത്തെ മാത്രം ഞാൻ പറയുന്നില്ല. അതിന് ഭരണാധികാരി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത് 2013 എല്ലാ ആനകളും ശല്യക്കാരെ പിടിച്ചു മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് ഗണേഷ് കുമാർ ഫോറസ്റ്റ് മിനിസ്റ്റർ ആയിരിക്കുന്ന സമയത്ത് തിരുനെല്ലി വന്ന സമയത്ത് നിവേദനം കൊടുത്തു. ആ നിവേദനത്തിന്റെ ഭാഗമാണ് ഇന്ന് ആനെ പിടിച്ചു മാറ്റാൻ തീരുമാനം വന്നത്. അതാണ് വടക്കനാട് കൊമ്പനെയും ഒക്കെ ബത്തേരി പിടിക്കാനുണ്ടായ കാരണം 2016 ആ തീരുമാനം നിലനിൽക്കുന്നുണ്ട്. അന്ന് ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു സാർ ഇത് പാരിസ്ഥിതിക വിഷയം വരും, ആ പാരിസ്ഥിതിക വിഷയം ആനെ പിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഗണേഷ് കുമാർ മിനിസ്റ്റർ പറഞ്ഞൊരു വാക്കുണ്ട്, തിരുനെല്ലി ഐബിരിച്ച് പറഞ്ഞാണ് അത്തരം ഇത് ഞാൻ കേരളത്തിന്റെ വനംവകുപ്പ് മന്ത്രിയാണ്, ഞാനെടുക്കുന്ന തീരുമാനം അംഗീകരിക്കാൻ നിങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞു. ആ നവംബർ മാസ തണുപ്പിൽ ആ ഫോറസ്റ്റ് നിന്ന് വേർത്തുന്നുള്ളതാണ്. ആ ഉത്തരവാണ് 2016 വടക്കനാട് കൊമ്പനെയൊക്കെ പിടിക്കാൻ. വടക്കനാട് കൊമ്പനൊക്കെ ഇന്ന് ഫോറസ്റ്റിന്റെ ഭാഗമാണ്. അനുസരണ മാന്യനായിട്ട് ജീവിക്കുകയാണ്.